ഞാൻ 3 കാര്യങ്ങൾ പറയാം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു കേസ്, കൈക്കൂലി കേസ് കൊണ്ടുവന്നു. അത് കള്ളക്കേസാണ്. ക്രോസ് ചെക്ക് ചെയ്യാതെ ആ പരാതിക്കാരൻ പറഞ്ഞത് കേട്ട് ഇതേ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. അത് കള്ളക്കേസാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചത് കൈരളിയാണ്. അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റ്, അത് ഏറ്റവും തെറ്റിദ്ധാരണാജനകമായി സർക്കാരിനെതിരായി വാർത്ത പടച്ചുണ്ടാക്കിയപ്പോൾ ഇത് ശരിയായ വിധത്തിലല്ല ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. വ്യക്തമായ പരിശോധന നടത്തിയിട്ടില്ല. ബന്ധപ്പെട്ട ആളുകളോട് ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ശരിയായും വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കഴിയുന്നത്ര നോക്കി തന്നെയാണ്. ഞാൻ പൊടിപ്പാറയെപ്പോലൊരു സീനിയർ മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഈ ഒരു പൊതുവൽക്കരണം തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും സത്യസന്ധമായിട്ടല്ല കൊടുക്കുന്നതിൽ കള്ളമുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആ നിലയിലാണോ കാര്യങ്ങളെ കാണുക? കഴിയുന്നത്ര ചെയ്യണം. താങ്കൾ ഒരു ഉദാഹരണം എടുത്തു കാട്ടിയല്ലോ. ആ ഉദാഹരണത്തിൽ നിന്നടക്കം നമ്മൾ പഠിക്കണ്ടേ? ശ്രീ ലാൽകുമാർ, താങ്കൾ ഉന്നയിച്ച വാദത്തെ പൂർണ്ണമായും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. കാര്യകാരണ സഹിതം വിമർശിച്ച് താങ്കളെ ബോധ്യപ്പെടണമെന്നില്ല. പക്ഷേ ആ നിലയിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിലെ ഓരോ വിഷയങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എൻ്റെ കേസ് ഇതാണ്. എൻ്റെ കേസ് പലതരം പ്ലാന്റിംഗ് നടക്കും. മാധ്യമപ്രവർത്തകരെ സമീപിക്കും വാർത്തകളുമായി താല്പര്യാർത്ഥം. അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം വരുന്നവർക്കാണോ അതോ മാധ്യമപ്രവർത്തകർക്കാണോ? ഇതിന് വർഷങ്ങളുടെ പഴക്കമില്ലേ ഈ സംഭവത്തിന്? അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്ക് ഫയൽ പരിശോധിക്കേണ്ടത് ഈ വാർത്ത എത്തിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകരല്ലേ? ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ തന്നെ നോക്കാം. ഞാനതിന് ഉദാഹരിക്കുന്നത് മുമ്പ് പറഞ്ഞ ഷർഷാദിൻ്റെ മുൻ ജീവിത പങ്കാളി രത്തീന PT സംവിധായിക, പുഴു എന്ന സിനിമയുടെ സംവിധായിക, ഇന്ന് ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത് അവതാരവും പുഴുവും എന്ന് പറഞ്ഞാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു വനിതാ സംവിധായിക എത്രമാത്രം അപകീർത്തിപ്പെടുത്തും വിധത്തിലേക്കാണ് ഒരു ചർച്ചയ്ക്ക് തലക്കെട്ടുണ്ടാക്കുന്നത്. അവർ ചെയ്തൊരു സിനിമയെ ഏറ്റവും മോശപ്പെട്ട ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് അവരിലെ ആ സംവിധായികയെ, കലാകാരിയെ ആക്ഷേപിക്കും വിധത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞാൻ പറയാം. നോക്കൂ, 2 കാര്യങ്ങൾ മാത്രമല്ല. ഇതിൻ്റെ മീഡിയ പ്ലാന്റിംഗ് ഉണ്ട് എങ്കിൽ പരിശോധിച്ച് അത് ബോധ്യപ്പെടുത്തേണ്ടത് മാധ്യമപ്രവർത്തകരല്ലേ? ഞാൻ പറഞ്ഞു ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ രത്തീന തന്നെ FB പോസ്റ്റിൽ ഇന്നലെ എഴുതിയതാണ്, ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച പോലീസ് നോൺ ബെയിലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണ് ഈ വ്യവസായി. ഇവരുടെ മുൻ ഭർത്താവിനെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുകയാണ്. ഏകദേശം 2020 കാലഘട്ടത്തിൽ ആ ബന്ധം അവസാനിപ്പിച്ചു. 2021 മാർച്ചിൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ തന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കുന്നത് ആരിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ. അവരുടെ ഒരു ജീവിതാനുഭവം പറയുന്നു. എൻ്റെ പിതാവിനെ ഗ്യാരണ്ടറാക്കി ഒരു ലോൺ എടുത്തു, അത് അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. പിന്നീട് ഗ്യാരണ്ടറിൻ്റെ പിതാവായതിനാൽ എൻ്റെ കുടുംബ വീട് ജപ്തി നടപടിയിലേക്കെത്തി. 2,65,00,000 രൂപ അടയ്ക്കണം ഈ പറയുന്ന വ്യവസായി. ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി. ഏതൊരാളെ പോലെ ഞാനും കരഞ്ഞു. അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനെ കണ്ടു. ജപ്തി നടപടികൾ തൽക്കാലം നിർത്തി എനിക്ക് കുറച്ച് സമയം സാവകാശം വാങ്ങി തന്നു. പക്ഷേ വ്യവസായി അടച്ചില്ല. എന്ന് വെച്ചാൽ 2,60,00,000 ചെറിയ പൈസയല്ല. പണമടച്ച് ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ ബാങ്കിനെതിരെ ഇയാൾ പരാതി കൊടുത്തു. ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ കോടതിയിൽ ഹാജരായില്ല, ക്രോസിന് ഹാജരായില്ല. കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു യൂട്യൂബ് ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു. മമ്മൂക്കയെ അവഹേളിച്ചു. പക്ഷേ ബോധമുള്ള മലയാളികൾ അത് പുച്ഛിച്ചു തള്ളി. മീഡിയ ഏറ്റെടുത്തില്ല. ഇത് കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എനിക്കെതിരെയോ, രത്തീന എഴുതുന്നതാണ്, മലയാളത്തിലെ ആ സംവിധായക എഴുതുന്നതാണ്, എനിക്കെതിരെയോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെയോ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഒരു തരത്തിലും മോശമായ പരാമർശങ്ങൾ ഉണ്ടാവരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസിൽ പ്രതിയായി കോടതി വിധിയും നിർദ്ദേശങ്ങളും വന്നു നിൽക്കുന്ന ഒരു വ്യക്തി അത് ഉറപ്പുവരുത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ എനിക്ക് 2,20,00,000 രൂപയും 6 മാസത്തിനകം തിരിച്ചു തരാൻ ഉത്തരവാക്കി. ഈ വ്യക്തിക്കെതിരെയാണ് ഈ വിധി, കോടതി വിധി. ഇതൊന്നും പാലിച്ചിട്ടില്ല. കുടുംബ കോടതിയിൽ കൊടുത്ത ഡിവോഴ്സ് കേസിൽ ഈ 2024 ഡിസംബറിൽ ഡിവോഴ്സ് അനുവദിച്ച് വിധി വന്നു. അതിനോടൊപ്പം കോടതി കുട്ടികളുടെ സമ്പൂർണ്ണ കസ്റ്റഡിയും ഈ സ്ത്രീക്ക് അനുവദിച്ചു. കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും കൊടുക്കാത്തയാളാണ് ഈ വ്യവസായി. കുഞ്ഞുങ്ങളുടെ ID കാർഡുകൾ, പാസ്പോർട്ട് എല്ലാം തിരിച്ചു തരാൻ കോടതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അയാൾ തന്നിട്ടില്ല. ഈ പറയുന്ന വ്യക്തി ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു വാർത്തയുമായി മാധ്യമപ്രവർത്തകരെ സമീപിച്ചാൽ ലാൽ, എന്താണ് ആ മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ടത്? ഇത് പ്ലാന്റിംഗ് ആണോ? സത്യസന്ധമാണോ? കഴിയുന്നത്ര പരിശോധന സാധ്യമായ പൊടിപ്പാറയുടെ ആ സ്കെയിൽ വെച്ചുള്ള പരിശോധനയെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കേസിൽ നടത്തിയിട്ടുണ്ടോ? അല്ല, അതിനു മുമ്പ് എനിക്ക് ഒരു സംശയം തീർക്കാനുണ്ട്. ഒറ്റ ചോദ്യമാണ്, അതിന് ഉത്തരവായിട്ട് തന്നെ കിട്ടണം, അതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. പൊടിപ്പാറ സാർ അവസാനം മാതൃഭൂമി ജോലി ചെയ്തെന്നാന്ന് ചോദിച്ചേ, ജസ്റ്റ് ഒന്ന് കേൾക്കാനോ ജനങ്ങൾ അതുകൂടെ അറിയാം, എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
പൊടിപ്പാറ സാർ പൊടിപ്പാറ സാർ അവസാനം ജോലി ചെയ്ത ഞാൻ മാതൃഭൂമി ജോലി ചെയ്താന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നായിരുന്നു റിട്ടയർ ചെയ്തെന്നാണെന്നാണ് ചോദിച്ചത്. അവസാനം ജോലി ചെയ്ത റിട്ടയർ ചെയ്തത് 2016. അവതല്ല റിട്ടയർ ചെയ്തെന്നല്ല, മാതൃഭൂമി ജോലി ചെയ്തെന്നാ ആ ജോലി. ഓക്കെ. മാതൃഭൂമിയിൽ ഏത് കാലയളവ് വരെയാണ് ജോലി ചെയ്തത്? അവസാനം ജോലി ചെയ്ത് എപ്പോഴാ? അവസാനം ജോലി ചെയ്ത് 2016. അതെ, അവിടെ നിന്നാണ് അപ്പോൾ റിട്ടയർ ചെയ്തത്. എല്ലാവരും മനസ്സിലായെന്ന് വിചാരിച്ചു. പറഞ്ഞോളൂ. 2016. ഇത് 2020. കേരളത്തില് CPIM അധികാരത്തിൽ വരുന്ന വർഷം 2016 അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. നോക്കൂ, 2016 കായ്ക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, പൊടിപ്പാറ സാർ അവിടെ ജോലി ചെയ്തു എന്നുള്ളത് മാതൃഭൂമിക്ക് അഡീഷണൽ. എനിക്ക് പൊടിപ്പാറ സാറിനോട് വളരെ ബഹുമാനമുള്ള ഒരാളാണ്, ചർച്ചയിൽ വളരെ ജനാധിപത്യപരമായി പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് മാതൃഭൂമിക്കെതിരെയുള്ള വിമർശനം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ അപലപിക്കാനുള്ള അവകാശം താങ്കൾക്കുണ്ട്. അണ്ടർ ആർട്ടിക്കിൾ 19(1)(a) യു ആർ എൻറ്റൈറ്റിൽഡ് ടു യുവർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഐ എം നോട്ട് ഗോയിങ് ടു ഒബ്ജെക്ട് ദാറ്റ്. എനിക്കത് പ്രശ്നമല്ല. പക്ഷേ മാതൃഭൂമിയെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. മാതൃഭൂമിയിലും ഉണ്ട് ഭൂമി, ജന്മഭൂമിയിലും ഉണ്ട് ഭൂമി. അത് 2-3 പ്രാവശ്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ഇവിടെ എഴുന്നേറ്റ് ഞാൻ പറയട്ടെ. ഈ വാർത്തയുടെ പ്രശ്നം എന്താണെന്നറിയോ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാ. ഞാൻ മാധ്യമപ്രവർത്തനത്തെ നോക്കി ഒരങ്കുലം മാറി നിന്ന് നോക്കുന്നവരാണ് ആളെന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാൻ അതിനും തയ്യാറാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അതിനകത്ത് ഈ കാര്യത്തിൽ പ്രിപ്പയർഡാണ്. ഒരു ഹെഡ്ലൈൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് പേജ് മാതൃഭൂമിയുടെ അല്ലേ, അതിനകത്തെ വാർത്ത ചോർത്തി. അതാണല്ലോ പ്രശ്നം. എവിടുന്ന് ചോർത്തി എന്നായി പറയുന്നേ? ഈ വഴി കൂടെ ഈ കണ്ട കടച്ചാണിയുടെ എല്ലാം ഇരിക്കുന്ന സാധനം എങ്ങനെയാ ചോർത്തുന്നേ? അതാ എനിക്ക് മനസ്സിലാകത്തേ. ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നു, ഫേസ്ബുക്കിൽ കിടക്കുന്നു, ലോകത്തുള്ളതിൻ്റെ എല്ലാം ഉണ്ട് ഈ സാധനം. അപ്പൊ PBയുടെ രഹസ്യം ചോർന്നു. എവിടുന്നാ ചോർന്ന്? അത് ചോരുന്നതിന് മുഴുവൻ ഇങ്ങോട്ട് വരുന്നുണ്ടേ. പറയാം ശ്രദ്ധിക്കാം. പ്രൊഡക്ഷൻ ഒന്ന് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഈ വാക്ക് നിങ്ങൾ വാർത്ത ഹാഫ് കുക്ക്ഡ് വാർത്ത കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ അത് പറഞ്ഞു. പലപ്പോഴും ബ്രേക്കിംഗ് കൊടുക്കുമ്പോൾ ഹാഫ് കുക്ക്ഡ് ആണ് ലാലെ കൊടുക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനെ ഞാൻ സത്യത്തിൽ ഒരു തലോടലോടുകൂടി ഞാൻ ഒഴിവാക്കുക ചെയ്തതാണോ? ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ചോർത്തി അല്ലെങ്കിൽ ചോർന്നു എന്ന് പറയുന്ന വാക്ക് ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു? നിങ്ങൾ ലിംഗ്വിസ്റ്റിക് പഠിക്കുന്ന ആൾക്കാരല്ലേ മാധ്യമപ്രവർത്തകർ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചോർന്നു. ഈ വഴി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം VS അച്യുതാനന്ദൻ്റെ മരണ വാർത്ത ചോർന്നു. ഇപ്പം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും? അങ്ങനെ കൊടുക്കുന്നവരിക്കും. ഇത് ഈ ചോരുക എന്ന് പറഞ്ഞ വാക്ക് എവിടെയെങ്കിലും ഒരിടത്ത് സീക്രട്ട് ആയിട്ടിരിക്കുന്നതായിരിക്കണം. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ് ഇസ് ദാറ്റ് അല്ലേ? ഇവിടെ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. കാര്യം എൻ്റെ രാഷ്ട്രീയം എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇന്നലെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ 2 അവതാരകർ പൊടിപ്പാറ സാർ പറഞ്ഞു വിട്ടു. അത് പൊടിപ്പാറ സാർ ഒരു മാധ്യമപ്രവർത്തനാണെങ്കിൽ മറ്റു കുറച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൂടി എനിക്ക് പറയണമല്ലോ. ഹർഷനും സനീഷും കൂടെ ചേർന്നൊരു പ്രോഗ്രാം നടത്തി. അതിനകത്ത് അവർ പറഞ്ഞെന്താ? അവർ നടത്തുന്നൊരു പ്രോഗ്രാമുണ്ട് 7 മണിക്കോ 8 മണിക്കോ മറ്റോ. അതിനകത്ത് വ്യക്തമായി പറയുന്നു മാതൃഭൂമി കാണിച്ചത് മര്യാദകരാണ്. മറ്റൊരു മാധ്യമ സ്ഥാപനം പറയുന്നത്, ലാൽകുമാർ ഇടതുപക്ഷക്കാരനും ദേശാഭിമാനിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരല്ല പറയുന്നത്. അവർക്ക് എങ്ങനെയാണ് തോന്നാൻ കാരണം? അവർക്ക് വേണ്ടപ്പെട്ട ആളാണ് ചെയ്തതെന്നറിയാം, പക്ഷെ മാധ്യമധർമ്മം പാലിച്ചില്ല എന്ന വിമർശനമാണ് വന്നത്. താങ്കൾക്ക് കാണാം. ഞാൻ KUWJയിലൊന്നുമില്ല, പക്ഷേ ഈ പറയുന്ന ആൾക്കാരുള്ളവരാ. പ്രശ്നമില്ല. ഉണ്ടോ? അടുത്തത് നിക്ക്. PBക്ക് കത്ത് കിട്ടിയിട്ടില്ല. PBക്ക് കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് കിട്ടാത്ത കത്തിനെ കുറിച്ച്, PBക്ക് കിട്ടാത്ത കത്തിനെ കുറിച്ച് എന്തിനാണ് അതിലവർ പ്രതികരിക്കുന്നത്? എന്തിനാ പ്രതികരിക്കുന്നത്? ഇന്നലെ അതുപോലെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ഇതിന് ഞാനത് പറയട്ടെ. അല്ല, PBക്ക് ഒരു കത്ത് സെക്രട്ടറി അഡ്രസ് ചെയ്താണ് പോവുക. അതാണ് വരുന്നത്. ഇപ്പോ കേരളത്തിൽ ഗോവിന്ദൻ മാഷിനോട് സംസ്ഥാന സെക്രട്ടറി അതാണ്. പക്ഷേ അവളെ PB മെമ്പർ എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ PBക്ക് കത്ത് പോയിട്ടില്ല എന്ന് തന്നെയാണ് CPM-ന്റെ വാദം. ഞാൻ പറയട്ടെ, ഇന്നലെ അല്ലല്ല നിക്ക് ഒരു മിനിറ്റ്. ഈ പറയുന്ന ഇത് അസംബന്ധമാണെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു. അസംബന്ധമാണെന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ടോ? ഗോവിന്ദ മാഷ് പറഞ്ഞ പോയിന്റ് തന്നെ ശരി. ആ അസംബന്ധത്തിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷെ അസംബന്ധത്തിന് മറുപടി പറയേണ്ട കാര്യമില്ല. അത് ആരോട് മറുപടി പറയേണ്ട? മാധ്യമങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടെന്നുണ്ടോ? അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടോ? ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പം ഗോവിന്ദ മാഷിനെ വെട്ടിക്കൊണ്ട് നിക്ക് ഞാൻ പറയട്ടെ. ഈ പറഞ്ഞ തോമസ് ഐസക് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ?
തോമസ് ഐസക് പറഞ്ഞത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന. അപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി തോമസ് ഐസക് നിന്നാണോ വിചാരിക്കുന്നത്? അങ്ങനല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം പ്രതികരിക്കണോ വേണ്ട എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഈ പറയുന്ന ഈ വാർത്ത പ്ലാൻ ചെയ്തതാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. മാധ്യമധർമ്മം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ അത് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നിടത്താണ് ഇതെല്ലാം പോയത്. സാർ പറഞ്ഞില്ല ഹാഫ് കുക്ക്ഡ് കാര്യം ഹെഡ്ലൈനായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം സാർ. ഹാഫ് കുക്ക്ഡ് കാര്യം ആര് വേണമെങ്കിൽ കൊടുക്കും. ഇത് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതിനെ പിന്നെ വിമർശിക്കണ്ടേ? അതിനെ പിന്നെ വിമർശിക്കാതെ എങ്ങനെ വിടാൻ പറ്റുന്നത്? അത് താങ്കൾ അവിടെ ജോലി ചെയ്തുകൊണ്ട് അതൊരു അധിക യോഗ്യതയായിട്ട് ഞാൻ മാതൃഭൂമിയുടെ കാര്യത്തിൽ കണക്കാക്കുന്നില്ല. മാതൃഭൂമി, അതാ ഞാൻ പറഞ്ഞ CPM അധികാരത്തിൽ വന്ന ശേഷം മാതൃഭൂമി എടുക്കുന്ന പണി ഇത് മാത്രമാണ്. എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഒറ്റ കാര്യം കൂടെ. ഞാൻ അവിടെ നിന്നൊരു ചാനലിൽ വന്നിരുന്നൊരു തർക്കം ഉണ്ടായി. ഞാൻ ഒരു വിഷയം പറഞ്ഞില്ലയോ, അതൊക്കെ പോട്ടെ, അത് രണ്ടാമത്തെ വിഷയമാണ്. അതിന് വാർത്ത കൊടുത്തത് എന്താണെന്നറിയോ? ഇടതുപക്ഷ ആള് മോശം പറഞ്ഞു, അതും കുഴപ്പമില്ല. കൂട്ടത്തിൽ LDF UDF തൃക്കാക്കര ഇലക്ഷൻ ടാഗ്ലൈനാ. മാതൃഭൂമിയുടെ രാഷ്ട്രീയം എന്താ? എങ്ങനെയാന്നേ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എങ്ങനെയാന്നേ ഞാനൊരു വാക്ക് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുന്നവര്? മാതൃഭൂമിയുടെ ഇത് ഗുണമൊന്നും ഇങ്ങോട്ട് പറയണ്ട, എനിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്.